കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി രാഷ്ട്രീയ കൊലപാതക കേസിൽ രാഷ്ട്രീയ പാർട്ടി കൊടുക്കാത്ത പട്ടിക വെച്ച് പ്രതികളെ പിടികൂടുന്ന ഒരു കേസായി ടി.പി. ചന്ദ്രശേഖരൻ കേസ് മാറുന്ന ഒരു ചിത്രം. പ്രതികളെ പിടിച്ച് മർദ്ദിക്കുന്നതിന് പകരം ശാസ്ത്രീയമായി ഇന്ന സമയത്ത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് എന്തിനാണ് പോയതെന്നും ഈ സമയത്ത് എന്തിനാണ് ഇവരെ വിളിച്ചതെന്നും ചോദിച്ച സമയത്ത് കൃത്യമായി മറുപടി പറയേണ്ട രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവുകളോടെയുള്ള ഏറ്റവും ഉജ്ജ്വലമായ അന്വേഷണം നടന്ന നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് കടന്നുപോയത്. പിന്നീട് ദീർഘമായ നാളുകൾ കോഴിക്കോട് മാറാട് പ്രത്യേക കോടതിയിൽ നടന്ന വിചാരണ. ആ വിചാരണയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൾക്ക് ശിക്ഷയുണ്ടാകുന്നു, ഒരു വിഭാഗം പ്രതികളെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതിൽ 2 പ്രതികളെ കൂടി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിക്ക് മുമ്പിൽ ഉണ്ടാകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഈ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് എന്നുള്ളത് ഒരു പുതിയ സംഭവമായിട്ട്, പുതിയ ഏടായിട്ട്, ഒരു സംഭവമായിട്ട് തന്നെ മാറുകയാണ്. അതിന്റെ കാരണം അതോടുകൂടി ഒരുപക്ഷെ കേരളത്തിൽ പ്ലാൻ ചെയ്തുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതിയാകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പി ജയരാജൻ പ്രതിയായിട്ടുള്ള ഒരു മനോജിന്റെ കൊലപാതകം മാത്രമാണ് ഇത്രയേറെ ആസൂത്രണത്തിൽ നടന്നത്. ബാക്കിയുള്ള കൊലപാതകങ്ങളെല്ലാം കണ്ണൂരിൽ നടന്നത് ആ സമയത്തുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നു. ഈ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു കൊലപാതകം അവസാനിപ്പിക്കാൻ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലൂടെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂരിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കൊലയാളി സംഘത്തിന് ടി.പി. ചന്ദ്രശേഖരനെ നേരിട്ട് അറിയുക പോലുമില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ പലതവണ പല ദിവസങ്ങളിലായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ പ്രതികളിൽ കൊടിസുനി ആയാലും കിർമാണി മനോജ് ആയാലും MC അനൂപ് ആയാലും ടി.കെ. രജീഷ് ആയാലും ഷിനോജ് ആയാലും മുഹമ്മദ് ഷാഫി ആയാലും പറഞ്ഞിരുന്നത് ഇത്ര പ്രധാനപ്പെട്ട ഒരാളെയാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു സാർ എന്നാണ് ഇവർ ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. വടകര ഒഞ്ചിയം മേഖലയിൽ ഒരു ഹർത്താൽ ഉണ്ടാകുമായിരിക്കും അല്ലേ എന്നാണ് ഇന്നോവയിൽ തിരിച്ചു പോകുന്ന സമയത്ത് കൊടിസുനി ബാക്കിയുള്ള പ്രതികളോട് പറഞ്ഞത്. അന്ന് കൊലപാതകം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കൊടിസുനിയുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് TV വെച്ച് നോക്കാൻ, എന്തെങ്കിലും രീതിയിലുള്ള സംഭവം നടന്നതായി TV-യിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 2012 ഏപ്രിൽ മാസം 20-ാം തീയതി കൊലപാതകത്തിന് വേണ്ടിയെടുത്ത ആ സിം കാർഡും ആ ഫോണും അവിടെ നശിപ്പിക്കപ്പെട്ടു. പ്രതികൾ പറയുന്നത് പുഴയിലെറിഞ്ഞു എന്നുള്ളതാണ്. പ്രോസിക്യൂഷന് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഫോണും സിമ്മും. പക്ഷേ ആ സിമ്മിൽ നിന്ന് വന്ന വിളികൾ, അതിൻ്റെ ചാർട്ട് തയ്യാറാക്കിയിട്ടാണ് വിചാരണ കോടതിയിലും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. അതിൽ നിന്ന് ഗൂഢാലോചന വളരെ വ്യക്തമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. പ്രധാനപ്പെട്ട 3 ഗൂഢാലോചനകളാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞത്. അതിലൊന്ന് ഏപ്രിൽ മാസം 2-ാം തീയതി പടയങ്കണ്ടി രവീന്ദ്രൻ എന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പൂക്കടയിൽ വെച്ച് നടന്ന ഗൂഢാലോചന. 2 കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള കൊലയാളി സംഘങ്ങൾ നിരന്തരം താമസിക്കുന്ന ചൊക്ലിയിലെ സമീറ ക്വാർട്ടേഴ്സിൽ നടന്ന ഗൂഢാലോചന. 3-ാമത്തേത് പാനൂരിലെ കുഞ്ഞനന്ദന്റെ വീട്ടിൽ നടന്ന ഗൂഢാലോചന. ഇതിൽ വിചാരണ കോടതി മുമ്പാകെ പാനൂരിൽ നടന്ന കുഞ്ഞനന്ദന്റെ വീട്ടിൽ നടന്ന ആ ഒരു ഗൂഢാലോചന മാത്രമാണ് തെളിയിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു കൊലപാതകത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രതികൾ കണ്ണികളാകുന്നു എന്നതിന്റെ ഉത്തരം കൂടി വരികയാണ് ജ്യോതിബാബുവിലൂടെ, കെ കൃഷ്ണനിലൂടെ. ഈ കെ കൃഷ്ണന് തന്നെ സംസാരിക്കുന്ന തെളിവുകൾ ഒരുപാടുണ്ടായിരുന്നു. വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ടി.പി. ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കുല പോലെ റോഡിൽ ചിതറുമെന്ന് അന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായ കെ കൃഷ്ണൻ പ്രസംഗിച്ചിരുന്നു. അതുപോലെ തെങ്ങിൻ പൂക്കുല പോലെ തന്നെ ചെതറുകയായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റെ ശരീരം എന്നുള്ളത്. പക്ഷേ എന്നിട്ടും വിചാരണ കോടതി മുമ്പാകെ അത് തെളിയിച്ചെടുക്കുന്നതിന് വേണ്ടി അന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ജ്യോതിബാബുവും കെ കൃഷ്ണനും കൂടി ഈ കേസിൽ പ്രതികളാകുന്നു. ജീവപര്യന്തം ശിക്ഷ നേടി 20 വർഷം ഇളവില്ലാതെ ജയിലിലേക്ക് പോകുമ്പോൾ ഒരു ഗൂഢാലോചന കൂടി തെളിയുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഒരു ഗൂഢാലോചന കൂടി തെളിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. TV പ്രസാദാണ് ഈ കേസിന്റെ നാൾവഴികൾ വളരെ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. 6 പേർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നത്. ഈ കേസിൽ പുതുതായി പ്രതി ചേർത്തിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള ജ്യോതിബാബുവിനും ജീവപര്യന്തം നൽകുകയാണ്. വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും അതികഠിനമായിട്ടുള്ള ജീവപര്യന്തമാണ്, ജയിൽ ശിക്ഷയാണ് ഹൈക്കോടതി പ്രതികൾക്കെല്ലാം തന്നെ വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഗൂഢാലോചന കുറ്റത്തിൽ പങ്കാളികളായിട്ടുള്ള, കൊലയിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള പ്രതികൾക്കുൾപ്പെടെ ഇരട്ട ജീവപര്യന്തം നൽകുന്ന കോടതി. കുറ്റകൃത്യം നീചമായ നടപടിയാണ്, സമൂഹത്തോടുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളത്.
ഇതുവരെ ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തോടുള്ള ഒരു വലിയ കുറ്റകൃത്യം തന്നെയാണ് പ്രതികൾ ചെയ്തിട്ടുള്ളത് എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിധി പ്രസ്താവം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പൂർത്തിയാക്കുകയാണ്. വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും അതികഠിനമായ ശിക്ഷയാണ്. ജീവപര്യന്തം കാലയളവായിട്ടുള്ള 20 വർഷത്തിനുള്ളിൽ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരോളോ അല്ലെങ്കിൽ ശിക്ഷാ ഇളവുകളോ നൽകാൻ പാടില്ല എന്നുള്ള ശക്തമായ വിധിയാണ് ഹൈക്കോടതി ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുള്ളത്.